ലൈവിനകത്ത് കുറച്ച് നേരം മുമ്പ് നടന്നൊരു സംഭവമാണ് കേട്ടോ. ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ കോമഡി പീസ് ഇന്നും അനീഷിന്റെ പുറകെ പോയി അനീഷിനെ ചൊടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അനീഷ് അതിന് വീണ് കൊടുത്തില്ല. അനീഷ് വളരെ തന്ത്രപരമായിട്ട് അതിനെ നേരിട്ടു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. മുൻഷി രഞ്ജിത്ത് പറയുന്നു ഷാനവാസ് സുഹൃത്താണല്ലോ, വലിയ സുഹൃത്താണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഷാനവാസിനെ പറ്റി ഒരു കുറ്റവും ഒരു പോസിറ്റീവ് വശവും പറയണം, ഒരു പോസിറ്റീവും നെഗറ്റീവും പറയണം, എന്റെ അടുത്ത് പറയണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ ആക്ടിങ് വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ അങ്ങനെ കോ ആക്ടേഴ്സിനെ പറ്റി പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ് കളിക്കാറുണ്ട്. അത് ഏത് വർക്ക്ഷോപ്പാണ്? ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷിനെ കൊണ്ട് കുറ്റം പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു മുൻഷി രഞ്ജിത്തിന്റെ ഗെയിം. എന്ന് വെച്ചാൽ അനീഷ് ഇത്രയും ദിവസം ആരുടെയും കുറ്റം പറയാതെയാണ് നിന്നത് എന്നുള്ള ആ ഒരു സൽപ്പേര് അത് കൊണ്ടുപോയി തൊലച്ച് കളയണം അനീഷ്. പക്ഷെ അത് വളരെ തന്ത്രപരമായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. എന്റെ സുഹൃത്തിന്റെ നെഗറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് വശങ്ങൾ ആരുടെയും മുമ്പിൽ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത്, മൂന്നാമതൊരാളുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് എന്തിന്റെ പേരിലാണെങ്കിലും ഞാൻ പറയില്ല എന്ന് അനീഷ് അടിവരയിട്ട് പറയുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അനീഷ് വെച്ച് പുലർത്തുന്ന ഒരു ക്വാളിറ്റി. അത് മൈൻഡ് ഗെയിം പോട്ടെ, മൈൻഡ് ഗെയിം ഒരു സൈഡിലുണ്ട്, പക്ഷെ അതിന് മുകളിലേക്ക് നമ്മള് അനീഷിൽ നോക്കിക്കാണേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് ഈ കുറ്റം പറയുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇന്ന് ഷാനവാസുമായിട്ട് അനീഷ് ഒന്ന് കൊമ്പ് കോർത്തിരുന്നു, ഒരു വഴക്കുണ്ടാക്കിയിരുന്നു. അപ്പൊ പോലും എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം, ഷാനവാസ് പുറത്തിറങ്ങിയ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇവർ ഈ പുറത്തുനിന്ന് വന്ന ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഷാനവാസിന് കാര്യങ്ങൾ കുറെ കൂടി നല്ല രീതിയിൽ മനസ്സിലാവും. ഷാനവാസ് ഗെയിമായിട്ട് അനീഷിനെ കണ്ടുവെങ്കിലും അനീഷ് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഷാനവാസിനോട് പെരുമാറിയതൊക്കെ. ഷാനവാസിനെ വെച്ച് അനീഷ് ഗെയിം കളിച്ചിട്ടില്ല. ഓക്കെ, നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്താൽ അതൊക്കെ ഉണ്ട്. അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു കോംബോയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ. നോമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വഴക്കുകള്, വലിയ വലിയ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ സുഹൃത്തിന്റെ ഒരു നെഗറ്റീവ് വശം മൂന്നാമതൊരാളുടെ അടുത്ത് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് അനീഷ് പറഞ്ഞതിലൂടെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവം എന്നുള്ളൊരു കാര്യം. അദ്ദേഹം പുറത്ത് ആരുടെയും കുറ്റം പറയുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല, എടാ പോടാന്ന് വിളിക്കുന്ന ഒരാളായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ അദ്ദേഹം അതിനകത്തും കാഴ്ചവെക്കുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഫേക്ക് ആയിട്ട് നിൽക്കുന്നു എന്നൊന്നും പറഞ്ഞ് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതാണ് അനീഷ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ദിവസം ലൈവ് കണ്ട ഒരാളെന്ന് നിലയ്ക്ക്, 24/7 കണ്ട ഒരാളെന്ന് നിലയ്ക്ക് ഇതാണ് അനീഷ്. അനീഷിന്റെ പുറകെ പോയി അനീഷിന്റെ ബിഗ് ബോസ് ഗെയിം പഠിപ്പിക്കേണ്ട ആവശ്യം ഒന്നും ഈ ഫസ്റ്റ് വീക്ക് ഔട്ടായപ്പോയ മുൻഷി രഞ്ജിത്തിനില്ല. മുൻഷി രഞ്ജിത്ത് എന്നിട്ടും അതിന് ശ്രമിക്കുന്നുണ്ട്. അത് എന്ത് തരത്തിലുള്ള അസേഷൻ ആണ് അവിടെ നടത്താൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ലാതെ കോമാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. സത്യം പറയുകയാണ് കേട്ടോ. ഉള്ള വിലയും കൂടി ഈ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ കൊണ്ട് കളഞ്ഞു. ഏഷ്യനെറ്റിലെ മറ്റേ പരിപാടിയിൽ കണ്ടിട്ടുള്ളതാണ്. കഴിവുള്ള മനുഷ്യനാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള വെറും ചീപ്പ് കളികളുമായിട്ട് അനീഷിന്റെ അടുത്തേക്ക് പോയത് മോശമായിപ്പോയി. വെറും കോമാളിയായിപ്പോയി ഈ റീ എൻട്രിക്കകത്ത്. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.